പിന്നെ മരുമക്കളെ പറ്റി ചേച്ചി എന്ന് പറയും. പൂർണിമ ശരിക്കും നല്ലോണം വർത്താനം പറയുന്ന അതെ, വെരി ട്രൂ. പൂർണിമ ഇതുപോലെ കേട്ടോ. ഇപ്പൊ ഞാനും എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞതുപോലെയാണ്. പൂർണിമ കുറച്ച് ആര് വന്നാലും കുറച്ച് ഈ ഇടയ്ക്ക് എനിക്കൊരു മ്യൂസിക് ക്ലബ്ബ് ഉണ്ട് ഇവിടെ ട്രിവാൻഡ്രം മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ പാടുന്ന എന്ത് രസമായിട്ട് അവിടെ എല്ലാവരും പാടുന്നത്. ഞാനിങ്ങനെ അതിശയിച്ചിട്ടുണ്ട്. ഞാൻ പറയണമെന്ന് വിചാരിച്ചു, ഒരാൾ ഡോക്ടറാണ്, ഡയബറ്റിക് ഡോക്ടർ. അത് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ക്ലബ്ബിൽ പ്രൊഫഷണൽ സിംഗേഴ്സ് ആരുമില്ല, മറ്റുള്ള അമച്വർ സിംഗേഴ്സാണ്. പക്ഷെ അവരെല്ലാം വലിയ വലിയ ജോലിയിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും വന്ന് പാടും. അപ്പോൾ അതിൽ 2-3 പേര് എറണാകുളത്ത്, ഞങ്ങളിപ്പോൾ കൊച്ചി തുടങ്ങി CMC, ഇത് TMC ട്രിവാൻഡ്രം മ്യൂസിക് ക്ലബ്ബ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിക്ക് വന്നപ്പം പൂർണിമയുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുപോയി അവരൊക്കെ എന്നത് പറയാം, ചേച്ചിയെപ്പോലെ അല്ലേ മൂത്ത മരുമോള്, ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ട് എല്ലാവരോടും അവരുടെ മക്കളൊക്കെ ഭയങ്കര സ്നേഹം. അപ്പോൾ ഞാൻ പൂർണ്ണിമടുത്ത് പറഞ്ഞു, മോളെ അവർക്ക് അങ്ങ് പിടിച്ചു. അങ്ങ് നേരത്തെ പരിചയമുള്ളവരൊക്കെ അങ്ങ് സംസാരിക്കും. മറ്റദ്ദേഹം ഇല്ലേ, ഒറ്റയ്ക്ക് ഡൽഹിയിലൊക്കെ ജീവിച്ച് വളർന്ന് ഒന്ന് ഈ കാര്യം പറഞ്ഞാൽ ഒരു ദിവസം ഒന്ന് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ അടുത്ത ദിവസമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കറക്റ്റായിട്ട്. അതുവരെ ഒരു ഇച്ചിരി എവിടെയാണ്, ഓക്കെ ശരിയാ, ഇങ്ങനെയൊക്കെ ഒരു അവിടെ ഇവിടെ രാജുവിൻ്റെ കൂട്ടാ. പിന്നെ സെക്കൻഡ് ഡേയും കൂടെ അവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ഹലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെട്ട് വരും. അത് ഈ ഒരു 3-4 ദിവസം പിടിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രജിത്തിന്റെ വർത്താനം ഇല്ലായ്മ പൂർണിമ കംപ്ലീറ്റ് ബാലൻസ് ചെയ്തോളൂ. അല്ല, ഇന്ദ്രജിത്ത് വർത്താനം ഇല്ലാത്ത ആളല്ല. രാജുവിന് കോമ്പൻസേറ്റ് ചെയ്യാൻ സുപ്രിയയെ കുറെ കൂടെ ഒന്ന് സ്ക്രൂ ചെയ്യും. രാജു വർത്താനം പറയും, സുപ്രിയ ഇച്ചിരി കുറവ്. അപ്പൊ രണ്ടുപേരും ബാലൻസിങ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ചേച്ചി, ഫാമിലി ഓക്കെ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ചേച്ചീനെ കുറച്ചുകൂടെ ഞാൻ റോൾ മോഡലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ചേച്ചി യു ആർ ആൻ ഓൺട്രപ്രനർ. അതായത് ചേച്ചി ദോഹയിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മുടെ നാട്ടിലെങ്ങുമല്ല, അന്യനാട്ടിൽ. അപ്പം അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി എളുപ്പമൊന്നുമല്ല ഈ ഒരു കാര്യം. റെസ്റ്റോറൻറ്റ് നടത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതൊരു ലൈവാണ്, ഒരു തുണിക്കട പോലെ ഒന്നുമല്ല. നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക, കുറച്ചൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തത്. ചേച്ചി അത് എങ്ങനെയാ, ഹൗ യു ബിക്കെയിം ദാറ്റ് ഓൺട്രപ്രനർ? അത് തുടങ്ങിയത് മാത്രമല്ല, അത് പിന്നെ 4 ബ്രാഞ്ചസായി, പിന്നെ 2 കോഫി ഷോപ്പായി, 6 അങ്ങ് പടർന്നു പന്തലിച്ചു. അത് തുടങ്ങിയത് എന്താ വെച്ചാൽ, എനിക്ക് അതിനകത്ത് ഒരുപാട്, എനിക്ക് ഖത്തർ നിവാസികളായ മലയാളികളോട് ഒരുപാട് കടപ്പാടുണ്ട്. അവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റിലെയും മലയാളികളായ ഉദ്യോഗസ്ഥരുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറയാം. അവിടെ ഇപ്പോൾ നമ്മൾ ഗ്യാസ് ലൈനൊക്കെ റെസ്റ്റോറൻറ്റിൽ എടുക്കണമെങ്കിൽ സ്കെച്ച് വരച്ചു കൊടുത്ത് ഗ്യാസ് പൈപ്പ് എങ്ങനെ പോകുന്നു, അത് ഭയങ്കര അവരുടെ ഇതൊക്കെ തന്നെ. കാരണം ഈ ഫയർ ആൻഡ് സേഫ്റ്റിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അവിടെ. ചില അലാംസ് അതൊക്കെ നിർബന്ധമായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ലൈസൻസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇത് കിട്ടാൻ താമസിക്കും. ജനുവരി 11 ഉദ്ഘാടനം വെച്ചു. എനിക്കറിയില്ലായിരുന്നു ഇത്ര താമസം വരുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പേരും പറയാൻ എനിക്കൊരു മടിയില്ല, കുര്യാക്കോസ് സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മലയാളിയാണ്. പക്ഷേ എനിക്ക് മലയാളിയൊന്നും അറിയില്ല കേട്ടോ. ഞാനവിടെ ചെന്ന് ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി ഞാൻ സബ്മിറ്റ് ചെയ്ത് എൻ്റെ കോപ്പി അതൊക്കെ ആയിട്ട് കയറി, ഇതാരായി? അപ്പോഴേ എൻ്റെ മനസ്സങ്ങ് തണുത്തു. ഞാൻ വിചാരിച്ചു വല്ല അറബികളൊക്കെ ആണെങ്കിൽ ഞാൻ ഏത് ഭാഷയെ പറഞ്ഞാൽ, ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ, എന്നിട്ട് ഞാൻ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് കയറിയിട്ട് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിക്കണമെന്ന് ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു, ചേച്ചി ഇരുന്നാട്ടെ கொஞ்சம் വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇതെല്ലാം കൊടുത്തിട്ട് ഒരു മാസത്തോളമായി. എന്തോ ഒരു സ്കെച്ചും കൂടെ വേണമെന്ന് അവർ പറഞ്ഞ് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഡിസംബർ ഏതാണ്ട് 20-22 എനിക്ക് ജനുവരി 11 ഇത്രയുള്ള കാര്യം. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഒരു ഹെഡ്. ധൈര്യമായിട്ട് പോയാട്ടെ, ആരെവിടെങ്കിലും ഹോട്ടലിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആ പണിസ്ഥലത്ത് ഉണ്ടാവാൻ പറയണം. ഈ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും Monday to Thursday ഞങ്ങൾ വരും. വന്നു. എൻ്റെ മോളെ സത്യം പറയാണ്, അന്ന് കിട്ടി കണക്ഷൻ, അന്ന് അടുപ്പെല്ലാം കത്തിച്ചു. എനിക്കുണ്ടായ ഒരു സന്തോഷം. അതും അന്യനാട്ടിൽ നമുക്ക് ഭാഷ, ഈ അനുഭവം ഒരു സ്ഥലത്തുനിന്നല്ല. ഞാൻ വെറുതെ ഒന്ന് ചെക്കപ്പിന് വെറുതെ ശരി നമുക്ക് ഇച്ചിരി ഡയബറ്റീസ് വെക്കണം നോക്കിക്കളാന്ന് പറഞ്ഞ് ഹമദ് ഹോസ്പിറ്റലിൽ ചെന്നാലും മൊത്തം മലയാളികൾ. ഞാൻ താമസിക്കുന്ന ഗറാഫ എന്ന് പറഞ്ഞാൽ അതൊക്കെ പോട്ടെ, എൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു ഹിസ് എക്സലൻസി ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽ തയ്യ. അപ്പോൾ ഷെയ്ഖ് ഫൈസൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ രാജകുടുംബത്തിൻ്റെ ഇതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ്, 2 പെൺമക്കൾ, ആൺകുട്ടികളാണ്. പിന്നെല്ലാം എന്തൊരു സ്നേഹമാണ്. പൂർണ്ണിമയ്ക്കൊക്കെ അറിയാം. ഇവർ മക്കളൊക്കെ വരുമ്പോൾ ഞങ്ങളെ അവിടെ വിളിച്ച് ഭക്ഷണം തരികയും, പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാടുണ്ട്. ഈ ഡേറ്റ്സിൻ്റെ വലിയ ഇതൊക്കെ ഉണ്ട്, ഫാമൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഹോംലിയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്താ അവിടെ ഇത്ര സ്ഥാനം? ഇപ്പോൾ ഈ മോള് പറഞ്ഞ പോലെ ഒരുപക്ഷെ നമ്മൾ എവിടെയെങ്കിലും മനുഷ്യന് മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയതിൻ്റെ പ്രതിഫലം ദൈവം തരുന്നതായിരിക്കും. ഷേഖ മഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. അത് ഷേഖ മഹയും മക്കളും ശരിക്കും ഒറിജിനലായി അവർ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അവിടുത്തെ റൂളറുടെയൊക്കെ ഫാമിലി തന്നെ. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ
വലിയ സ്നേഹമായിട്ട് ഷേഖ മഹയൊക്കെ കൊണ്ട് ഇരുത്തി. അപ്പം ഞാൻ വിചാരിക്കുക ഈശ്വര, ഇവർക്കൊക്കെ എന്നോട് നമ്മുടെ കേരളത്തിലൊക്കെ ഒന്ന് ചിരിക്കാൻ എന്തൊരു പാടാ. മക്കളൊക്കെ സുഖമാണല്ലേ എന്നൊക്കെ ഉള്ളൊരു മട്ടിലല്ലേ കാണിക്കുന്നത്. ഈ സത്യം എനിക്ക് ട്രെയിനിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ ഈ അടുത്ത കാലത്ത് ചാനലിലാണോ അതോ എഴുതിയതാണോ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൂടെ ട്രെയിനിൽ വരികയാണ് ഒരു ഫാമിലി. അപ്പോൾ ആദ്യമേ ഈ മകള് പറഞ്ഞു മല്ലികാസുമാരൻ പറഞ്ഞു, വൈഫിനൊക്കെ മനസ്സിലായി. അപ്പം ഞാനൊന്നും മിണ്ടാത്ത പോലെ ഇരുന്നു. പിന്നെ പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പുറത്ത്, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അയ്യോ കണ്ടു കാണാൻ വഴിയില്ല. എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ. അപ്പം പറയും പുള്ളിയുടെ മുഖം അങ്ങ് മാറി. ഇംഗ്ലീഷിലൊക്കെ സുഖമായിട്ട് വർക്ക് ചെയ്ത് അവിടെയൊക്കെ വർക്ക് ചെയ്ത്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഷോ പക്ഷേ എനിക്ക് ഭയങ്കര പരിചയം കേട്ടോ, കണ്ട് നല്ല പരിചയമുണ്ട്. ഇത് ആരെങ്കിലും ഈ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ? ഓ ആരുമില്ല സാറേ. ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുമില്ലെങ്കിൽ ഇയാൾ ഇത് പറയുന്നത് ഞാൻ കാണരുതായിരുന്നല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈഫിന് മനസ്സിലായി ഞാൻ ഇയാൾക്ക് ഇട്ട് കുത്തുവാന്ന്. പുള്ളിക്കാർ ചെയ്തിരുന്നു ഒറ്റുമാ എന്തോന്ന് ചേച്ചി ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ ചേച്ചിയല്ലേ. ഞാൻ മോളെ അങ്ങനെ തന്നെ അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നു, മല്ലികാസുമാരല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു മടിയില്ല. അതെ എന്താ സാറിന് ഞാൻ ചോദിച്ചതിന്, എവിടെയോ കണ്ടു, എവിടെ വർക്ക് ചെയ്യുന്നു, ഈ തരം നമ്പറൊന്നും എൻ്റെ അടുത്ത് എടുക്കരുത്. അതെ അതെ ഞാൻ പറഞ്ഞു എത്ര കാലം കൊണ്ട് ഞാനൊരു 10 ഓണമെങ്കിലും കൂടുതലുണ്ടതായിരിക്കും അല്ലേ. അപ്പോൾ അതനുസരിച്ച് സംസാരിക്കുക. കൊച്ചു പിള്ളേരോട് കാണിക്കുന്ന അഭ്യാസമൊന്നും ഞങ്ങളോട് കാണിക്കുക. ഓ അങ്ങേരെ ഇറങ്ങാൻ നേരത്തെ വേണം സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അയ്യോ സോറി ഒന്നും പറയണ്ട, ചുമ്മാ നമ്പർ ഇട്ടാന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അതനുസരിച്ച് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ. അതേസമയം നമ്മൾ അവിടെ ചെല്ലണം. ഞാനൊരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ സകല മലയാളികളും അവരുടെ കുഞ്ഞുങ്ങളുടെ ഞങ്ങൾക്ക് പാർട്ടി ഹാളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, വെഡ്ഡിങ് ആനിവേഴ്സറി. നമ്മുടെ വലിയ ചേച്ചിയുടെ എന്തൊരു സന്തോഷം അവർക്ക്. അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ഒരു പരസ്പര സ്നേഹവും ബന്ധങ്ങളും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പോകണ്ടാവോ, പിന്നെ വേറെ എത്ര ഹാള് കിടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ശരി ഇത്രയൊക്കെ പ്രായമായി സിനിമയൊക്കെ വിട്ട് അവരവിടെ വന്ന് കിടക്കുന്നു. അവർക്കൊക്കെ ആ ഒരു രീതിയാണ് സ്നേഹം. പിള്ളേർ നല്ല സപ്പോർട്ടായിരുന്നു ചേച്ചി സ്റ്റാർട്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും അതെ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ബോറടിക്കുന്നു അനേത് ഈ പറഞ്ഞതുപോലെ. അപ്പോൾ എനിക്ക് പിന്നെ ഈ സിനിമ കഴിഞ്ഞാൽ പിന്നെ ഈ പാചകത്തിൻ്റെ ഒക്കെ ഈ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം മുളക്ക ഉണ്ടാക്കുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കും. ചേച്ചി ശരിക്കും ചേച്ചിക്ക് പാചകത്തോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണോ ചേച്ചി റെസ്റ്റോറൻറ്റ് ഫീൽഡ് തന്നെ? അല്ല തീർച്ചയായിട്ടും പാചകത്തോട് ഇഷ്ടമാണ്. ഇപ്പോഴും അതെ. എൻ്റെ മക്കൾ 2 പേരും വീട്ടിൽ വരുന്ന ദിവസം ഞാൻ അടുക്കളയിലുള്ളവരോട് കൊടുക്കത്തില്ല. അയ്യോ അപ്പം പറയും, അല്ല സുകുമാരസാറിൻ്റെ മോനുണ്ടല്ലോ ഒരാൾ പൃഥ്വിരാജ്, ഇതാരാമേ സത്യം പറ ഉണ്ടാക്കിയത് അമ്മയല്ലേ എന്ന്. അയ്യോ കഴിച്ചു നോക്കിയിട്ട് പറയും. അപ്പൊ ഭയങ്കര പാചക ശിരോമണി, പാചക വിദഗ്ധ. ആ ചേച്ചിയുടെ മുമ്പിലാണ് ഞാൻ ഇന്ന് ഇത് കൊടുക്കാൻ പോകുന്നത്. അയ്യോ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. ചേച്ചി ഇന്ന് നമ്മുടെ പ്രേക്ഷകര് അറിയാം, ഇന്ന് ചേച്ചി വിലയിരുത്തും. ശരിക്കും ചേച്ചി ഈ നല്ല മീൻകറി, ഇനി അഭിപ്രായം ചോദിക്കട്ടെ, പറയൂ. സത്യം നല്ല മീൻകറി, നല്ല നാടൻ കറി. ഇതാണ് കപ്പയുടെ കൂടെ കഴിക്കേണ്ടത്. ഇതിന്റെ കൂടെ ചൂട് ചായ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ അല്ലേ? അതാണ് കട്ടൻ ചായ ആയാലും മതി. കറക്റ്റ് ആണ്. ഇപ്പൊ ചോദിക്കരുതേ, വേണ്ട. ചേച്ചിയോടാകുമ്പോ എനിക്ക് എന്നാ വേണേലും ഫ്രീ ആയിട്ട് പറയാലോ.